ആര് പറയും? നേർക്ക് നേരെ ഇരുന്ന് കള്ളം പറയുന്നു. നീ കൊള്ളാലോ. ഇയാളെന്താ തുണി തിന്നുന്നോ? അല്ല, തിരികെ കേറ്റിയതാ. ഒരു ഫുൾ ഡബിൾ മുണ്ട്, വാ തുറന്ന തെറിയുടെ പൂരാ. ഫ്ലാഷ് ബാക്ക്. സ്വകാര്യത വേണമെന്ന് ചന്തുവോ സലീംകുമാറോ ആരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളവരല്ലെന്നേ. അതല്ല ഞാൻ പറഞ്ഞ ചന്തു എന്തിനു റിയാക്ട് ചെയ്യണം? വ്യക്തമായില്ല. ഇവിടെ എല്ലാ നടികളും മരിക്കുമ്പോഴും നടന്മാരും മരിക്കുമ്പോഴും ഇതേ സാധനം നടന്നുകൊണ്ടിരിക്കും. സ്വന്തം അച്ഛൻ മരിച്ചടക്കാൻ പ്രതികരിക്കത്തില്ലേ? കുറച്ചുകൂടെ വൃത്തിക്ക് ഞാൻ പറഞ്ഞുതരാം. നീ ഒന്നും പണയണ്ട. കുറച്ചുകൂടെ ആങ്കർ അങ്ങോട്ട് മാനേജ് ചെയ്തിട്ട് അങ്ങോട്ട് ചെന്ന് അവരോടൊന്ന് മാറി നിൽക്കൂ. ഒന്ന് മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ഇത് വെച്ചിട്ടുള്ള കളിയാ, അറിയോ? അജു പറഞ്ഞ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ അപ്പനും അമ്മയും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, എന്റെ കുടുംബക്കാരെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവരെ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ ഈ പുള്ളിക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അപ്പൻ ചത്താലും കുഴപ്പമില്ല, അമ്മ ചത്താലും പറഞ്ഞാ വന്നാ വീഡിയോ എടുത്തു. ഒരു ഫീലിംഗും ഇല്ല. അയാളുടെ ഫീലിംഗിലാണ് കാര്യം. നമ്മുടെ കോമൺ സെൻസ് വീട്ടില് ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. എവിടാണേലും നിർത്തി അവമാനിക്കുവാണെന്ന് ഇവിടെ ഇരുന്ന് കാണിച്ചുണ്ടോ? ഇതാണ് മീഡിയയുടെ കുഴപ്പം. ഇയാൾ അവതരിപ്പിക്കുന്നതല്ല ഇങ്ങനെയാ. ഇവിടെ മുന്നിൽ ഇരുന്ന് കൈയടി ഇത്രയും പേരും കേട്ടതല്ലേ? ഞാൻ കാര്യം പറ. എന്താ പറഞ്ഞു? ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? സ്വന്തം വീട്ടിൽ ഒരാൾ കിടക്കുമ്പോ ക്യാമറ ആയിട്ട് വരുന്നപ്പോ ആര് പറയും? അവിടെ ആര് പറയും? നേർക്ക് നേരെ ഇരുന്ന് കള്ളം പറയുന്നു. തുണി തിരിക്കോ. നീ കൊള്ളാലോ. അതന്നെ റിലാക്സ്. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഒന്നുകുട്ടി വെറുതെ അമ്മാതി പരിപാടി കാണിച്ചത്. ഏതാ ലൈറ്റിലടിച്ചു വിടുന്നായി കാണുന്നേ? ചെകുത്താൻ പറഞ്ഞു അവന്റെ അമ്മ മരിച്ചാൽ കുഴപ്പമില്ല, അപ്പം മരിച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ ഇവൻ പറഞ്ഞ എന്തുവാ? അങ്ങനെയല്ല. നമ്മൾ അതിലേക്ക് ചർച്ച പോകണ്ട. നമ്മുടെ ഫ്ലോർ ഇതാണ് ക്ലിക്ക് ബൈറ്റ്. അമ്മ മരിച്ചാൽ കുഴപ്പമില്ല. ഔചിത്യം എന്നൊരു സാധനം എല്ലാവർക്കും ബാധകമാണ് കേട്ടോ. നിലവാരത്തിലുള്ള ആളുകളെല്ലാവരും സ്വയം ബോധവൽക്കരിച്ച് നിൽക്കുമെന്ന് SK അഭിപ്രായം ഉണ്ടോ? അതല്ല ഉദ്ദേശം. ഞാൻ മാറി. സമ്പൂർണ്ണ ചാറ്റരുത ബന്ദർക്ക ബച്ചേ